റാമുജി ഫിലിം സിറ്റി ഹൈദരാബാദ്. ഇത് നമ്മളുടെ പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ആ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ വെക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ബാഹുബലി സെറ്റിലേക്കാണ്. പോയാലോ? കണ്ടാലോ? ഹായ് ചങ്ങന്മാരെല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കയറാൻ പോകുന്നത് ഇതാ ബാഹുബലി സെറ്റിലേക്കാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ റെയിൽവേ സ്റ്റേഷനും കാര്യമൊക്കെ എല്ലാവരും കണ്ടെന്ന് കരുതുന്നത് റാമോജി ഫിലിം സിറ്റിയുടെ രണ്ടാമത്തെ വീഡിയോ ആണത്. ശനിയാഴ്ചയാണ് ഞാൻ ഫിലിം സിറ്റി സന്ദർശിക്കുന്നത്. ഒരുപാട് സ്റ്റുഡൻസ് ആ ടൈമിൽ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് ഇവരെ ഫിലിം സിറ്റി കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. വൈഡ് ആംഗിളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കി വെച്ചതാണത്. ഇത് ഗേറ്റിന് പുറത്താണ്, നമ്മൾ അകത്തേക്ക് കയറിയില്ല. ഈ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഇതുമ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ മണൽത്തരികൾ വരെ ഇങ്ങനെ പൊന്തുന്നുണ്ടായിരുന്നില്ല സീനിൽ. നല്ല രസമായിരുന്നു കാണാം. അത് രണ്ടെണ്ണം പുറത്ത് കാണാം. പിന്നെ വലിയൊരു കൂറ്റം മതിൽ കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയൊരു ഗേറ്റും ഉണ്ട്. ഈ ഗേറ്റ് കടന്നിട്ട് വേണം നമുക്ക് പോകാം. ഞാനും ഒരുപാട് വീഡിയോകൾ ബാഹുബലി സെറ്റിൻ്റെതും ഹൈദരാബാദ് ഫിലിം സിറ്റിൻ്റെതൊക്കെ കണ്ടതാണ്. നേരിട്ട് കാണണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. ഇതൊക്കെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കാണാൻ വേണ്ടി കഴിയില്ല. ഇത് നാച്ചുറൽ അല്ല, അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ച സംഭവമാണ്. നശിച്ചു പോവും. മണ്ണിൻ്റെ കളറിൽ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന ഭിത്തികൾ, ഇരു സൈഡിൽ 2 ആനകൾ നമ്മളെ വെൽക്കം ചെയ്യുന്നു. അങ്ങനെ ഞാൻ ഹൈദരാബാദ് ഫിലിം സിറ്റിയുടെ ബാഹുബലിയുടെ സെറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്, കയറിയിരിക്കുകയാണ്. എന്താ പറയുക, വല്ലാത്തൊരു ഫീലാട്ടോ. നമ്മൾ രാജാവായ പോലെ സിനിമയിൽ കാണുന്നത് പോലെ തന്നെയാണ് സെറ്റിനകത്തുള്ള എല്ലാ കാര്യങ്ങളും. പക്ഷേ എങ്കിൽ ക്യാമറ ടെക്നിക്ക്, എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടി ബിൽഡപ്പ് ആയിട്ടാണുള്ളത്. പക്ഷേ എങ്കിൽ സെറ്റിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളും അടുത്തടുത്താണുള്ളത്. ഈ കാണുന്ന കോമ്പൗണ്ടിനകത്താണ് എല്ലാ സാധനവും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് നിന്നുകൊണ്ടാണ് അവർ ആ ഒരു സിനിമ ഏകദേശം കൊട്ടാരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അവർ ഷൂട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ആദ്യം ഏത് സൈഡിലൂടെ പോകണം എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സൈഡിലേക്ക് നോക്കിയപ്പോഴാണ് ബാഹുബലിയുടെ ഒരു എൻട്രി ഈ ഒരു ടെലസ്കോപ്പിലൂടെ നോക്കിയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ഒരു കൗതുകമായി. അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്ന് നോക്കി, ഇതിനകത്ത് കൂടെ ഒക്കെ നോക്കി, സംഭവമൊക്കെ ഒന്ന് നോക്കി. നല്ലൊരു ഇത് മെഷീൻ കണ്ണ് പോലെയൊക്കെ ഈ സംഭവം കിടക്കുന്നത്. എല്ലാവരും ഇതിൻ്റെ ഉള്ളിലൊന്നും വന്ന് പാളി വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ആ ഒരു സ്റ്റൈലിലൊക്കെ പിടിച്ച് ഓരോ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. എൻ്റെ കൂടെ ഫോട്ടോ എടുത്ത് തരാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഫോട്ടോ ഒന്നും എടുത്തില്ല. ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് അങ്ങനെ പോകുന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന മറ്റു 2 സംഭവം കൂടിയുണ്ട്. ഇത് എന്ന് പറയുന്നത് ബാഹുബലിക്ക് കാലകേയനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്ന ഒരു ആയുധമാണ്. അതുപോലെ തന്നെ പൽവാൽ ദേവൻ്റെ വാഹനമുണ്ട്. ഒരുപാട് പേരെ പൽവാൽ ദേവന് ഇതുകൊണ്ട് കൊന്നിട്ടുണ്ട്. മുന്നിൽ ആ പങ്കെ കെട്ടിയിട്ട് അങ്ങനെ കച്ചകച്ചകച്ചകച്ചാറിന് പോയൊരു സംഭവമാണ്, ആ ഒരു വാഹനമാണത്. ഇതിൻ്റെ മേലിലും തന്നെ ഒരുപാട് പേര് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒറ്റയ്ക്ക് അതുകൊണ്ട് ഫോട്ടോ നിർത്തിയില്ല, ജസ്റ്റ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് അങ്ങനെ പോകുന്നു. പക്ഷേ എങ്കിൽ ഇതൊക്കെ അവർ ഒറിജിനാലിറ്റി ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ, ലൈക്ക് അടിക്കാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാവില്ല ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത്, വ്യത്യസ്തത ഉണ്ടാവും. പക്ഷേങ്കിൽ എല്ലാവരും വന്നൊന്ന് കാണേണ്ട സ്ഥലം തന്നെയാണത്. ദൂരം കുറച്ച് കൂടുതലാണ്, ഹൈദരാബാദാണല്ലോ, അത്യാവശ്യം ദൂരമുണ്ട്. അങ്ങനെ കൊട്ടാരത്തിൻ്റെ മറ്റൊരു സൈഡിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ കുതിരകളെ ഞാൻ കാണുന്നത്. ആ കുതിരകളെ കണ്ടപ്പോൾ ആ സൈഡിലേക്ക് തന്നെ പോയി. ഈ കുതിരകൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരിക ലാസ്റ്റ് സീനിൽ ബാഹുബലിയെ കെട്ടി വലിച്ചിട്ട് ബാഹുബലി ഇതിൽ ഒന്നിൻ്റെ തല പൊട്ടിച്ചിട്ടാണ് രക്ഷപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത് കൊട്ടാരത്തിൻ്റെ സെൻട്രലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതും തന്നെ ഒറിജിനലായിട്ട് ചെയ്ത് വെച്ചേക്കാട്ടോ. വളരെയധികം നമ്മൾ അത്ഭുതപ്പെടുത്തി ഈ ഒരു വർക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഈ വർക്കുകളൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ പൽവാൽ ദേവൻ്റെ ആ ഒരു കാളപ്പിടുത്തം കാര്യങ്ങളൊക്കെ ആ സംഭവമുണ്ട്. അങ്ങനെ ഒരുപാട് കാളകൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. നമുക്കൊന്നിങ്ങനെ പിടിച്ചു നോക്കാം. ഞാൻ തന്നെ പിടിച്ചു നോക്കി 1-2 ഫോട്ടോ ഒക്കെ അവിടെ നിൽക്കുന്നവരെ കൊണ്ട് എടുപ്പിച്ചതാണ് ഈ ഒരു വീഡിയോ ഒക്കെ കാര്യങ്ങളെല്ലാം. അതുപോലെ 2 ഫോട്ടോ ഞാൻ എടുത്തു. ആകെ എടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോ അത് തന്നെയാണ് ഇതിനകത്തേക്ക് കയറിയിട്ട്. അങ്ങനെ എല്ലാവരും തന്നെ അതൊന്ന് ആ കൊമ്പിന് പിടിക്കുന്നു. എല്ലാവരും ആരും നിർത്തം നിൽക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. കൊമ്പിന് പിടിച്ച് അവിടെയൊക്കെ മിനുസ്സായിട്ടുണ്ട്. അവിടെയൊക്കെ ഒരു വെള്ളപ്പാട് വന്നിട്ടുണ്ട്. ഞാൻ ഈ സിനിമ ആദ്യമായിട്ട് കാണുന്നത് മൊബൈലിലാണ്. നിങ്ങൾ ആദ്യമായിട്ട് എവിടെയാണ്, എങ്ങനെയാണ് കണ്ടിട്ടുള്ളതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. മൊബൈലിൽ കാണാനുള്ള കാരണം ആദ്യം വന്നിട്ടുണ്ടായിരുന്ന മൊബൈലുകളായിരുന്നു. പിന്നെയാണ് ഇത് തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇത് ഇത്രയും നല്ല രീതിയിലാവണമെങ്കിൽ ഒരുപാട് കലാകാരന്മാരുടെ വർക്ക് ഇതിനകത്തുണ്ട്, ഈ സിനിമയിലുണ്ട്. വെറും കലാകാരന്മാരുടെ വർക്ക് മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിലും പറയാം. ഇത്രയും വലിയൊരു കൊട്ടാരം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം അവർക്ക് വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട പൽവാൽ ദേവൻ്റെ വാഹനം ഉണ്ടല്ലോ, അതുപോലത്തെ ഒന്ന് ഇവിടെയുണ്ട്. അതൊന്ന് പോയി കാണാമെന്ന് കരുതി അടുത്തേക്ക് പോയതാണ്. ഇതും തന്നെ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിന് മുന്നിലൊക്കെ കുറച്ച് വർക്കുകളൊക്കെ കൊടുത്തിട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗം ഞാനൊന്ന് നോക്കി, ഇതിൻ്റെ അടിഭാഗത്ത് എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ടയറുകളിലാണ് നിൽക്കുന്നത്, ടയറുകളിലാണ് അപ്പോൾ ഇത് റണ്ണായിക്കൊണ്ടിരിക്കുന്നത്. ഇത് വലിയൊരു ഫ്രെയിമാണ്.
ഈ ഒരു ഫ്രെയിമിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഒരു ബുള്ളറ്റ് ബൈക്കാണ്. ഈ ഒരു ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കാലകേനുണ്ട്, കാലകേൻ വിചാരദേവനും ഉണ്ട്. അപ്പോൾ അവർ രണ്ടാളെയും കണ്ടങ്ങനെ പോരും. ഇവിടെയൊക്കെ ബാഹുബലിയുടെ BGM പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാഹുബലിയുടെ BGM കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് നല്ല കുളിരാണല്ലേ. അപ്പോൾ ആ ഒരു സെറ്റിൽ നിന്നുകൊണ്ട് കേൾക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? സിനിമ ഷൂട്ട് ചെയ്യുന്ന ആ സമയത്ത് പോലും അവർക്ക് യാതൊരു വിശ്വാസവുമല്ല പടം എത്രത്തോളം ഹിറ്റാവും എന്നുള്ള കാര്യത്തിൽ. എന്നിട്ടും അവർ ഇത്രയധികം വർക്ക്, ഇത്രയധികം പൈസയൊക്കെ ചിലവാക്കി ഇത്രയും സംഭവം, ഇത്രയും വലിയൊരു കൊട്ടാരമൊക്കെ ക്രിയേറ്റ് ചെയ്ത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് സിംഹാസനത്തിലേക്കാണ്. പൽവാൽ ദേവൻ്റെ സിംഹാസനം, ബാഹുബലിക്ക് കിട്ടാതെ പോയ സിംഹാസനം. ഇവിടെ ഈ കാണുന്ന തിരക്കുണ്ടല്ലോ, ഇത് സിംഹാസനത്തിൽ ഇരുന്നാണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരുപാട് പൽവാൽ ദേവന്മാരുണ്ട്, ഇവർക്കൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കണം. സിംഹാസനത്തിൽ ഇരുന്ന് അതൊക്കെ ദ്രവിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കാണണം എന്ന ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടെന്നാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വളരെ നേരത്തെ ഇങ്ങോട്ട് എത്തേണ്ടതുണ്ട്. ഇല്ലയെന്നാണെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇതിന് ഈ ഒരു ഗ്ലേസിങ് കാര്യമൊന്നും ഉണ്ടാവില്ല, പൈസ പോവും, അതിൽ സംശയമല്ല. അതിൻ്റെ കുറച്ചുകൂടി മേലേക്ക് കയറി പൽവാൽ ദേവൻ്റെ ബാക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കൊട്ടാരത്തിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. നല്ലൊരു ഫീലാണ്. ആ ഒരു സിനിമ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്ത കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോണ്ടല്ലോ വല്ലാത്തൊരു ഫീലാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ സൈഡ് ഇപ്പുറത്ത് തന്നെ വേറെ ഒരുപാട് സ്റ്റേജും കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട് അവർ. അങ്ങനെ ഒരുപാട് വർക്കുകൾ ഇതിനകത്ത് കാണാൻ വേണ്ടി കഴിയും. പിന്നെ പൽവാൽ ദേവൻ്റെ മറ്റു വാഹനങ്ങളെപ്പോലെ തന്നെ വേറൊരു വാഹനം ഇവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞു കേട്ടോ. ആ ഒരു വാഹനത്തിനടുത്തേക്ക് പോയാലും വലിയൊരു മാറ്റമൊന്നുമില്ല. പക്ഷേങ്കിൽ ഇത് അത്ര വലിയൊരു സെറ്റപ്പ് ഇല്ലാത്തൊരു വാഹനമാണ്. ഇതാണ് ശരിക്കും അതിൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഇതുപോലത്തെ ഒരു കമ്പിയുടെ ഫ്രെയിമാണ് കൊടുത്തിട്ട് ആകുമ്പോൾ പിന്നെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടാണ് ഇറക്കുന്നത്. കണ്ട കട്ടപ്പ ഉണ്ട് അവിടെ നിൽക്കുന്നത്. പിന്നെ കണ്ടിരുന്നത് ഇങ്ങനത്തെ ഒരു ഗോപുരമാണ് വലിച്ചു കൊണ്ട് പോകുന്നത്. അവളെല്ലാം വലിക്കുന്നുണ്ട്, നീട്ടി വലിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ സാധനം അനങ്ങണില്ല. എന്താ ചെയ്യുക? ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ഹൈറ്റ് ആയിരുന്നു. ഇതും തന്നെ നല്ല വർക്കാണ്. ഇതിൻ്റെ ടയറുകളൊക്കെ ഏത് വണ്ടീൻ്റെ അറിയില്ല, പക്ഷേ വണ്ടികളുടെ ടയർ തന്നെയാണ്. അത്യാവശ്യം വലിയ ഹൈറ്റുള്ള ടയറാണ്. നമ്മളുടെ അത്ര ഹൈറ്റ് ഈ ഒരു ടയറിനുണ്ട്. അതുപോലെ തന്നെ ടയറിൻ്റെ അലവിൽ എന്നൊക്കെ പറഞ്ഞാൽ ജിപ്സം ബോർഡ് പോലത്തെ സംഭവം കൊണ്ടൊക്കെ, കാർബോർഡ് പോലത്തെ സംഭവം കൊണ്ടൊക്കെ ചെയ്തതാണ്. പിന്നെ ഇതിനകത്തേക്ക് കയറി ഉള്ളു പൊള്ളയാണ്. ഉള്ളിൽ ഒന്നുമില്ല, അതായത് സെൻറ്റർ ഭാഗത്ത് ഒന്നുമില്ല. മേലെ അങ്ങനെ അജ്ജും കൊള്ളിയും കാര്യം ഷീറ്റൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുകയാണ്. പക്ഷെ ഉള്ളിലും ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വർക്കുകൾ അവർ ചെയ്യുക. കാണാത്ത സ്ക്രീനിൽ കാണാത്ത വർക്കുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എന്തൊക്കെയായാലും അതും ഒരുപാട് നേരം നോക്കി നിന്നു. അതിൻ്റെ ഹൈറ്റും വെയിറ്റും വർക്കും കാര്യങ്ങളൊക്കെ നല്ല രസമായതുകൊണ്ട് തന്നെ നമ്മളവിടെ കുറച്ച് നേരം അത് പിടിച്ചു നിർത്തും. ഒരുപാട് ഫോട്ടോയും കാര്യമൊക്കെ എടുക്കാവുന്നതായിരുന്നു. അവിടെ നിന്ന് നോക്കിയപ്പോൾ എൻ്റെ നേരെ മുന്നിൽ ദേവസേനയെ കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ പോയത്. ദേവസേനയെ കെട്ടിയിട്ടിരുന്ന ചെങ്ങലയും കാര്യമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു ഒറിജിനാലിറ്റിക്ക് അവർ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചെങ്ങല അല്ലെങ്കിലും ഇത് വേറെ ചെങ്ങലയാണെങ്കിലും ഇതൊരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു ഫില്ലറും കാര്യമൊക്കെ അവിടെ ഉണ്ട്. അതുമ്മേ കെട്ടിയിട്ടൊക്കെ ആയിരുന്നല്ലോ ദേവസേനനെ തന്നെ നല്ല രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അനുഷ്കൻ്റെ എല്ലാവിധ കട്ടുകളും കാര്യത്തോടെ ചെയ്തിട്ടുള്ളൊരു ശില്പം നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ദേവസേന പൂട്ടിയിട്ടിരുന്ന ആ ഒരു ജയിലും. അതിനകത്തേക്ക് നോക്കിയപ്പോൾ അതിനകത്തൊരു ദേവസേന കിടപ്പുണ്ട്. ദേവസേന അതിനകത്തേക്ക് കയറിയാൽ തന്നെ ആ ഒരു ഫീല് നമുക്ക് തരും. പെൺപിള്ളേർ ഫുള്ളായിട്ട് അതിനകത്ത് കയറിയിട്ട് ഫോട്ടോ എടുക്കണ പരിപാടിയായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ കാണാത്തൊരു സംഭവമുണ്ട്, അതായത് ശിവലിംഗം. ബാഹുബലി പൊക്കിയിരുന്ന ആ ഒരു ശിവലിംഗം ഇവിടെ, ഞാൻ അത് തിരഞ്ഞ് നടക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ അതിൻ്റെ മുന്നിലേക്ക് എത്തുന്നത്. ആ ശിവലിംഗം അവിടെ ഇങ്ങനെ ബാഹുബലികൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബാഹുബലികളുടെ അടുത്തേക്ക് ഞാൻ പോവുകയാണ് ശിവലിംഗം പൊക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഏതായാലും ശിവലിംഗം ഒന്നും എടുക്കുന്നില്ല, നമുക്ക് ജസ്റ്റ് ഷൂട്ട് ചെയ്യാമെന്ന് മാത്രമാണ്. അതൊന്ന് കാണണം, ഷൂട്ട് ചെയ്യണം, വേറെ ഒന്നുമില്ല. ഈ സ്റ്റെപ്പുകളടക്കം അവർ ക്രിയേറ്റ് ചെയ്തതാണ് എന്നുള്ളതാണ്. ഇതൊക്കെ ഇതിന് വേണ്ടിയിട്ട് പെയിൻ്റ് അടിച്ച് ഈ ഒരു കളറിലേക്ക് മാറ്റി ഒരുപാട് പേരായിട്ടത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഞാൻ ഇവിടേക്ക് വരുമ്പോൾ തന്നെ ഒരു ബാഹുബലി അത് പിടിച്ച് നിൽക്കുന്നുണ്ട്. ആ ഒരു പിടുത്തം കണ്ടാൽ തന്നെ അറിയാം ആ സാധനത്ത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് എന്നുള്ളത്. ആ ഒരു പിടുത്തത്തിൽ എല്ലാവിധ ഭാവങ്ങളും ഉണ്ട്. വെയിറ്റ് കൊണ്ടുള്ളൊരു ചിരി ഉണ്ടല്ലോ, ആ ചിരി അദ്ദേഹം ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ ഒറ്റയ്ക്ക് പൊക്കിയത് വലിയ സംഭവം തന്നെയാണ്. പിന്നെ എല്ലാവരും എടുത്ത് പൊക്കുന്നത് കൊണ്ടും വെയിറ്റ് താങ്ങാത്തത് കൊണ്ടും ശിവലിംഗത്തിന് ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. എല്ലാവരുടെയും കയ്യിൽ നിന്ന് വീണതാവാനാണ് സാധ്യത. പിന്നെ പൊക്കിയിരുന്ന ആളുകൾ രണ്ടുപേരും ഒരുമിച്ച് കയറിയിട്ടായിരുന്നു. അതായത് രണ്ട് ബാഹുബലി ഒരുമിച്ചായിരുന്നു പൊക്കിയിരുന്നത്. അപ്പോൾ ആ ഒരു ഏട്ടൻ ഒറ്റയ്ക്ക് പൊക്കിയതിൽ നമുക്ക് മോശം പറയാൻ പറ്റില്ല കേട്ടോ. അദ്ദേഹത്തിന് നല്ല കഴിവുണ്ട്. ഇത്രയും വെയിറ്റ് അദ്ദേഹം ഒറ്റയ്ക്കാണ് പൊക്കിയത്. ഇവിടെ 2 പേരാണ് ഈ ഒരു വെയിറ്റ് എടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ശിവലിംഗത്തിൻ്റെ ഏകദേശം ഒരു വെയിറ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നില്ലേ? അത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഞാനൊന്ന് പൊക്കി നോക്കിയിരുന്നു. പിന്നെ താഴത്ത് ഒരുപാട് ദേവന്മാരുടെ ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ. പിന്നെ ഒരു സൈഡിൽ നമ്മൾ ഫസ്റ്റ് കണ്ടതുപോലെ തന്നെ കൊട്ടാരത്തിൻ്റെ ഒരു വൈഡ് ആംഗിൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു കൊട്ടാരത്തിന് തന്നെ ഇതേപോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും തന്നെ വൈഡ് ആംഗിളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കി വെച്ചതാണ്. നമ്മൾക്ക് ഇങ്ങനെ ക്യാമറയിൽ ആ ഒരു സിനിമയിൽ കാണുമ്പോൾ അതൊക്കെ എന്തായാലും. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നത് ഒരു കുളമാണ്. ഒരു കുളം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നടുക്കും തന്നെ ശിവലിംഗം ഉണ്ട്. അതിൽ നിന്നിങ്ങനെ വെള്ളം ചാടുന്നുണ്ട്. ആ ഒരു ടൈപ്പിലുള്ളൊരു കുളം.
പൽവാൽ ദേവനെ കണ്ടില്ലല്ലോ എന്ന് കരുതായിരുന്നു. ഞാൻ പുറത്തേക്ക് പോകുമായിരുന്നു. പൽവാൽ ദേവൻ്റെ 2 പീസുകൾ അവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞു. ഇവിടെ തന്നെ ഫുഡും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു ഫോർട്ട് ലുക്ക് ചെയ്ത് തരുന്നുണ്ട്. നല്ല റെഡ് ഫോർട്ടിൻ്റെ ലുക്ക് നമുക്ക് ഇവിടെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ ഫുഡും കാര്യമൊക്കെ നമുക്ക് കഴിക്കട്ടെ. കാരണം നമ്മൾ രാമോജി ഫിലിം സിറ്റിയിൽ കയറിയിട്ട് മണിക്കൂറുകൾ ഒരുപാടായി. ഇത് നമ്മളുടെ 3ാമത്തെ 4ാമത്തെ പ്ലേസാണ്. ഇവിടെ പൽവാൽ ദേവൻ്റെ കാലും ഉടലും വേറെ വേറെ ആക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. കാരണം അത്ര ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ആ മതിലിനേക്കാൾ ഹൈറ്റ് ഉണ്ട് ഈ ഒരു തലയുടെ ഭാഗം എന്നൊക്കെ പറയുന്നത്. അത്രയും ഹൈറ്റിൽ ചെയ്തിട്ടുള്ളത്. കാരണം ആ ഒരു സിനിമയിൽ നമുക്കറിയാം ഈ ഒരു പ്രതിമേനെ അവർ കയറ്റുമ്പോഴുള്ള വെയിറ്റും കാര്യമൊക്കെ അവർ എടുക്കുന്നത്. അത് അത്യാവശ്യം നല്ല വെയിറ്റുള്ള സംഭവം കേട്ടത്. പിന്നെ അതുപോലെ തന്നെ യുദ്ധത്തിന് വേണ്ടി പൽവാൽ ദേവന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ആയുധം കൂടിയാണത്. ഇതൊന്നും നമ്മുടെ ബാഹുബലിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ പൽവാൽ ദേവൻ്റെ സൈഡിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സൈഡിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. പക്ഷേങ്കിൽ ഇതും തന്നെ കാണാൻ നല്ല രസമായിരുന്നു. ഇതിൽ നിന്ന് അമ്പുകൾ പോകുന്നത് കാണാൻ സ്ക്രീനിൽ നല്ല രസമായിരുന്നു. ഇതിനടുത്തൊന്നും എല്ലാവരും നിന്നിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ആയുധം കണ്ടപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് കാണാനായിരുന്നു ആഗ്രഹം. കാരണം എന്താ വെച്ചാൽ ആ സിനിമയിൽ ആ ബാക്കിൽ വന്നിട്ട് അത് അടിയുമ്പോൾ ഈ അമ്പുകളൊക്കെ നെയ്യുന്നത് കാണാൻ നല്ല രസമായിരുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഞാൻ വന്ന് നോക്കിയപ്പോൾ ആ സംഭവമൊക്കെ അതേപോലെ തന്നെ കിടപ്പുണ്ടാവും, ഒന്നും മാറ്റിയിട്ടില്ല. പിന്നെ ഇത് കണ്ടാൽ തന്നെ അറിയാം ഇത് നല്ല വെയിറ്റുള്ള സംഭവമാണ്. ഇത് മരം കൊണ്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ്. മരം ഇരുമ്പൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അവർ പെയിൻ്റൊക്കെ അടിച്ചാൽ കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇതും തന്നെ പെയിൻ്റൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ അമ്പുകളൊക്കെ ചെയ്തിട്ടുള്ളത് ഇരുമ്പ് കൊണ്ടാണ്. ഇരുമ്പ് കൂർപ്പിച്ച് വെച്ചേക്കാണ്. അതിനകത്തേക്ക് ഇങ്ങനെ നിറച്ച് വെച്ചേക്കാണ്. അങ്ങനെ പൽവാൽ ദേവനെയും കണ്ട്. ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാം. ഇവിടെ തൊട്ടടുത്ത് തന്നെ റെസ്റ്റോറൻറ്റും കാര്യമൊക്കെ ഉണ്ട്. ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ പാർട്ട് 3 ആണ്. പാർട്ട് 3 തന്നെ ആരും മിസ് ചെയ്യരുത്. അപ്പോൾ പാർട്ട് 3 കാണാം. ബൈ.